ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും, കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഔലിയാക്കളും നമ്മളെ പഠിപ്പിച്ച അത്ഭുതകരമായ 7 അമലിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ മജ്ലിസിൽ, നമ്മളെ ചാനൽ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടായിരിക്കും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക, പുണ്യം നേടുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ ഹാജത്തുകൾ നിറവേറ്റി തരട്ടെ, സർവ്വ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, അവരുടെയൊക്കെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാ, ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന, നിങ്ങളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്. അഥവാ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഔലിയാക്കളും പഠിപ്പിച്ച 7 അമലിനെ കുറിച്ചാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്, അവരൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഒന്നാമത്തെ അമല് എല്ലാവരും ശ്രദ്ധിച്ചോ, മാതാപിതാക്കളുടെ പൊരുത്തം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കളെ പൊരുത്തം കരസ്ഥമാക്കുകയും മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാൾക്ക് മാതാപിതാക്കളെ പൊരുത്തല്ല, ഒരാൾ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കുന്നില്ല, അവൻ മാതാപിതാക്കളെ എപ്പോഴും ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിൽ ഒരിക്കലും അവനക്ക് സാമ്പത്തികമായ വളർച്ച കാണാൻ സാധിക്കുകയില്ല. അവൻ്റെ ജീവിതത്തിലെ ബറക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. കാരണം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തൃപ്തി മാതാപിതാക്കളെ തൃപ്തിയിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്. മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കുന്ന എത്രയെത്ര മക്കളുണ്ട്, എത്രയെത്ര വിഭാഗം ആളുകളുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ മാതാപിതാക്കളെ തൃപ്തി വളരെ പ്രധാനപ്പെട്ടതാണ്. മാതാപിതാക്കളെ പൊരുത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കടങ്ങളിൽ അകപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ സാമ്പത്തികമായ വളർച്ചയില്ലാത്ത ആളുകൾ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പൊരുത്തം വാങ്ങുക, അവരെ തൃപ്തി കരസ്ഥമാക്കുക, അവർക്ക് നിരന്തരമായി പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മളെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ വഴി മഹാനായ നബിതങ്ങൾ പഠിപ്പിച്ചത് സൂറത്തുൽ വാക്കിയ പാരായണം ചെയ്യുക. ഇത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. കടം വരുമ്പോഴേക്ക്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ പ്രയാസം വരുമ്പോഴേക്ക് ബാഗും തൂങ്ങിയിട്ട് എങ്ങോട്ടെങ്കിലും അങ്ങോട്ട് പോകുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. റസൂലുള്ള പറഞ്ഞു, സൂറത്തുൽ വാക്കിയ പാരായണം ചെയ്താൽ നിങ്ങളെ കടങ്ങൾ വീടുകയാണ്. സൂറത്തുൽ വാക്കിയ, സൂറത്തുൽ ഗിനാ, അത് സൂറത്തുൽ വാക്കിയ ഐശ്വര്യത്തിൻ്റെ സൂറത്താണ്, സമ്പത്ത് വർദ്ധിക്കാനുള്ള സൂറത്താണ്, കടങ്ങൾ വീടാനുള്ള സൂറത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ. എന്തുകൊണ്ടാണ് സൂറത്തുൽ വാക്കിയ നമ്മൾ പാരായണം ചെയ്യാത്തത്? പഴയ കാലത്ത് ഉമ്മമാരൊക്കെ വീട്ടിൽ സൂറത്തുൽ വാക്കിയ പാരായണം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ശമ്പളം, കിട്ടുന്ന സാലറി വളരെ കുറവാണെങ്കിലും വലിയ ബറക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരുന്നു. ഇന്ന് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലൊക്കെ നമ്മളെ സഹോദരിമാർ, ന്യൂ ജനറേഷൻ മക്കളൊക്കെ മൊബൈൽ ഫോണിലാണ്, വാട്സപ്പിലാണ്, അതുപോലെ തന്നെ യൂട്യൂബിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂറത്തുൽ വാക്കിയ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ചില ആളുകൾ മനസ്സിലാക്കിയത് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ റമളാൻ മാസത്തിൽ ചെല്ലാനുള്ളതും പാപങ്ങൾ പൊറുപ്പിക്കാൻ മാത്രമുള്ളതാണ് ഇസ്തിഗ്ഫാർ എന്നാണ്. ഇസ്തിഗ്ഫാർ അതിനുള്ളതല്ല. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്
നമ്മളുടെ സമ്പത്തിൽ വർധനവുണ്ടാകും. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ അള്ളാഹു മഴ നൽകും. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ കൊടുക്കും. ഇസ്തിഗ്ഫാർ വളരെ പ്രധാനപ്പെട്ടതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം തന്നെ 100 പ്രാവശ്യം, അതല്ല 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു. ഞാൻ ചൊല്ലാറുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ സഹാബിമാരോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റൂല. ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകും. ടെൻഷനുകൾ മാറും, പ്രയാസങ്ങൾ മാറും. നമ്മൾ അറിയാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകുന്ന ഒന്നാണ് ഇസ്തിഗ്ഫാർ. അപ്പൊ 3ാമത്തെ വഴി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. 4ാമത്തെ വഴി ഒരു ദിക്റാണ്, ഒരു തസ്ബീഹാണ്. എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചോളൂ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. വളരെ സിമ്പിൾ അല്ലേ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. എല്ലാവരും ഒന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. ഇതൊരു 100 പ്രാവശ്യം പാരായണം ചെയ്യുക. എല്ലാ ദിവസവും 100 പ്രാവശ്യം ചൊല്ലിക്കോ. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ചെല്ലാം, ളുഹ നിസ്കാരം കഴിഞ്ഞ് ചെല്ലാം, സുബഹി നിസ്കാരം കഴിഞ്ഞും ചെല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. അതുപോലെ മറ്റൊരു ഇസ്മു നമ്മൾ ചൊല്ലണം. 5ാമത്തെ കാര്യം മറ്റൊരു ഇസ്മാണ് മഹാന്മാര് പഠിപ്പിച്ചു. യാ ഗനിയു യാ മുഗ്നി. ഇത് അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ്. യാ ഗനിയു യാ മുഗ്നി. ഇത് നിരന്തരമായി നമ്മൾ പാരായണം ചെയ്യണം. ഇതൊരു ദിക്റായി നമ്മൾ കൊണ്ടു നടക്കുക. എപ്പോഴും ചൊല്ലുക. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ടും നിസ്കാരങ്ങൾക്ക് ശേഷം ഒഴിവിട്ടുന്ന സമയത്തൊക്കെ യാ മുഗ്നി യാ മുഗ്നി യാ മുഗ്നിയു യാ മുഗ്നി. ഈ 2 ഇസ്മുകൾ ധാരാളം നമ്മൾ ചൊല്ലണം. യാ ഗനിയു യാ മുഗ്നി. ഇത് എപ്പോഴും നമ്മൾ പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ റാഹത്ത് നൽകട്ടെ, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകട്ടെ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തോട്ടൊക്കെ ഒരുപാട് ഉമ്മമാർ കഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹുവേ, ഇനി മേലാൽ ബാങ്കിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല. അത്തരം മുസീബത്തുകളെ തൊട്ട്, ഹറാമായ കാര്യങ്ങളെ തൊട്ട് വിട്ടു നിൽക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. അപ്പൊ യാ ഗനിയു യാ മുഗ്നി എന്ന ഇസ്മു ചൊല്ലുക. അതുപോലെ തന്നെ ളുഹാ നിസ്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ ജീവിതത്തിൽ ഭൗതികമായ ലോകത്ത് ഈ ദുനിയാവിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു നിസ്കാരമാണ് സ്വലാത്തുൽ ളുഹാ. ളുഹ നിസ്കരിച്ചിട്ട് അങ്ങോട്ട് ദ്വയർന്നാൽ ദുനിയാവിലെ സർവ്വ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും. മക്കളെ നന്നാക്കി തരും, നല്ല ജോലി കിട്ടും, നല്ല വിവാഹം ഉണ്ടാവും, നല്ല വീടുണ്ടാവും. അങ്ങനെ ഈ ദുനിയാവിലെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ സ്വലാത്തുൽ ളുഹയിൽ അകപ്പെട്ടിട്ടുണ്ട്. നമ്മളെ ദുനിയാവിൻ്റെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് ളുഹാ നിസ്കാരത്തിൻ്റെ സമയം. അപ്പം ളുഹ നിസ്കരിക്കുക. ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ളുഹ നിസ്കരിക്കുക. സ്കൂളിൽ പോകുന്ന, കോളേജിൽ പോകുന്ന ആളുകളൊക്കെ ളുഹ നിസ്കരിക്കാൻ പറയുക. ഉമ്മമാരൊക്കെ ളുഹ നിസ്കരിച്ച് ഒന്ന് ദുആ ചെയ്ത് നോക്കുക. എന്തൊരു റാഹത്തേക്കാരം, ജീവിതത്തിൽ എന്തൊരു സന്തോഷക്കാരം. പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരും. അതുകൊണ്ട് ളുഹ നിസ്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ 7ാമത്തെ, ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കാറുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എനിക്കും സമയമില്ല, നിങ്ങൾക്കൊന്നും സമയമില്ല. നമുക്കൊന്നും സമയമില്ലാത്തൊരു പ്രശ്നമാണ്. ഇൽമു പഠിക്കാൻ സമയമില്ല, ദിക്റ് ചെല്ലാൻ സമയമില്ല, നിസ്കരിക്കാൻ സമയമില്ല, ഖുർആൻ ഓതാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മൾക്ക് ലഭിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ബറക്കത്ത് നമ്മളെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇബാദത്തുകൾ ചെയ്യാനുള്ള സമയം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. അപ്പൊ ളുഹ നിസ്കരിക്കുക. അതിനുശേഷം മഹാന്മാർ പഠിപ്പിച്ചു യാ ലത്തീഫു യാ അല്ലാഹ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്. ഇതിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ പല മജ്ലിസുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്. ഇത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 129 പ്രാവശ്യം പറയണം. എൻ്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യാ ലത്തീഫു യാ അല്ലാഹ് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും 129 പ്രാവശ്യം പറയാം. നിസ്കാരം കഴിഞ്ഞാൽ അങ്ങോട്ട് ഡ്രസ്സൊക്കെ ഊരിട്ട് അടുക്കളയിലേക്ക് പോകല്ല. അവിടെ അല്പനേരം ഇരുന്നിട്ട് ചൊല്ലേണ്ട ദിക്റുകളും സ്വലാത്തുകളും പ്രാർത്ഥനകളൊക്കെ ചൊല്ലി യാ ലത്തീഫ് യാ അല്ലാഹ് യാ ലത്തീഫ് യാ അല്ലാഹ്. വളരെ സിമ്പിളായി പെട്ടെന്ന് ചേർക്കാം. 1 മിനിറ്റ് 2 മിനിറ്റ് മതി. യാ ലത്തീഫ് യാ അല്ലാഹ് യാ ലത്തീഫ് യാ അല്ലാഹ് യാ ലത്തീഫ് യാ അല്ലാഹ്. അങ്ങനെ 29 പ്രാവശ്യം പറയും. ഇത് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. അള്ളാഹു ഞങ്ങൾ ഈ പറഞ്ഞ
7 അമലുകളുണ്ട്. ഈ 7 അമലുകളും ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. തസ്ബീഹുകൾ പറഞ്ഞു, ഇസ്തിഗ്ഫാർ പറഞ്ഞു, പ്രാർത്ഥന പറഞ്ഞു, ഇസ്മുകൾ പറഞ്ഞു, അതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. സ്കൂൾ തുറക്കാൻ പോവുകയാണ്, മദർസ് തുറന്നു, ഒരുപാട് ചെലവുകളുണ്ട്, പാവപ്പെട്ട രക്ഷിതാക്കൾക്ക് നീ കാക്കണേ റഹ്മാനെ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. നിന്റെ കാവൽ നൽകണേ അല്ലാ, നിന്റെ സഹായം നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാ ഇനി നമുക്ക് വിശാലമായി പ്രാർത്ഥനയും അതുപോലെ തന്നെ ദിക്ർ മജ്ലിസൊക്കെ രാവിലെ 6 മണിക്കുണ്ടാകും. അതിൽ കഴിയുന്ന ആളുകളൊക്കെ പങ്കെടുക്കുക, പുണ്യം നേടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.